CPM-നെതിരെ സമസ്ത രംഗത്ത്. മുഖപത്രമായ സുപ്രഭാതത്തിലൂടെയാണ് സമസ്ത CPM-നെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സാമുദായിക വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രചരണം CPM നടത്തിയെന്നാണ് മുഖപത്രത്തിൽ പറയുന്നത്. CPM-ന്റെ പ്രചരണ തന്ത്രം മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. അർഹിക്കുന്ന അവജ്ഞയോടെ ഈ പ്രചരണത്തെ ജനാധിപത്യ കേരളം തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിന്ന് കരകയറാൻ കഴിഞ്ഞില്ല എന്നത് CPM പുനർപരിശോധിക്കണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപാണ് സുപ്രഭാതം പത്രം CPM-ന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. ഒന്നാം പേജിൽ വന്ന പരസ്യം സമസ്തയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സുപ്രഭാതം, സിറാജ് പത്രങ്ങളുടെ ഒന്നാം പേജിലാണ് ഇടതുമുന്നണി പരസ്യം നൽകിയിരുന്നതും. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധത പ്രസ്ഥാനങ്ങളുടെ പോസ്റ്ററുകളും പരസ്യമായി നൽകിയിരുന്നു. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെയും കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിന്റെയും ഒന്നാം പേജിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. പല ഘട്ടത്തിലായി സന്ദീപ് പറഞ്ഞ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളാണ് പരസ്യമായുള്ളത്. ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി സരിൻ തരംഗം എന്ന തലക്കെട്ടോടെ നൽകിയ പരസ്യത്തിന് താഴെയാണ് സന്ദീപിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പോസ്റ്ററുകളും പ്രസ്താവനകളും പരസ്യമായി ഇടതുമുന്നണി നൽകിയിരിക്കുന്നതും. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ കഷ്ടം, കാശ്മീരിയുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്നീ തലക്കെട്ട് ഉള്ള പരസ്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ച് കൊന്നതാണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന ചാനൽ ചർച്ചയിലെ പ്രസ്താവനയും ചിത്രം ഉൾപ്പെടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്തെ ഇസ്ലാമിക്കാരും SDP-ക്കാരും പറയുന്നതെന്നും പരസ്യത്തിൽ അവർ ചോദിച്ചിരുന്നു. അതേസമയം ഈ പരസ്യം നൽകിയതിൽ പ്രതികരണവുമായി പത്രത്തിന്റെ ചെയർമാൻ തന്നെ രംഗത്ത് വന്നിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെയായിരുന്നു വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ വിശദീകരണവുമായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം തന്നെ രംഗത്ത് വന്നതും വലിയ ചർച്ചാ വിഷയമായിരുന്നു. കുറ്റക്കാർക്കെതിരെ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് സുപ്രഭാതം പത്രം അറിയിച്ചിരുന്നതുമാണ്. LDF പത്ര പരസ്യത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. പരസ്യത്തിലെ വിഷയങ്ങളോട് യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയുന്നതുമല്ല. പത്രപരസ്യത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും സുപ്രഭാതം ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. എല്ലാവരുടെയും പരസ്യങ്ങൾ നൽകുന്നത് പത്രത്തിന്റെ പോളിസിയാണ് എന്നും ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും സുപ്രഭാതം പത്രം നേരത്തെ അറിയിച്ചിരുന്നു. പരസ്യത്തിന്റെ ഉള്ളടക്കത്തോട് ഒരിക്കലും യോജിക്കാനാകില്ല എന്നും സുപ്രഭാതം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെയാണ് സന്ദീപ് വാര്യരെ തുറന്നു കാട്ടിയ സരിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചത്. സരിൻ തരംഗം എന്ന തലക്കെട്ടിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചതെങ്കിലും അതിന്റെ ഉള്ളടക്കം മുഴുവനും സന്ദീപ് വാര്യരെ കുറിച്ചുള്ളതായിരുന്നു. വ്യത്യസ്ത സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞ പ്രസ്താവനകളാണ് പത്രത്തിൽ ഇടം പിടിച്ചിരുന്നതും. കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ്, കേരളം എതിർത്ത പൗരത്വ ഭേദഗതി പരസ്യമാക്കി നടപ്പിലാക്കുന്ന സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ വിഷനാവിനെ സ്വീകരിക്കുവോ കഷ്ടം എന്നിങ്ങനെ തലക്കെട്ടുകളും വാർത്തകളും നീളുന്നു. എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം, ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നു എന്ന പ്രസ്താവനയും കളത്തിൽ ഇടം പിടിച്ചിരുന്നു. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം, കാന്തപുരം വിഭാഗത്തിന്റെ സിറാജ് എന്നീ പത്രങ്ങളിലാണ് ന്യൂനപക്ഷ വിമർശനം ചൂണ്ടിക്കാട്ടിയുള്ള പരസ്യം നൽകിയിരുന്നത്. സന്ദീപ് വാര്യർക്കെതിരായ പരസ്യത്തിലൂടെ പ്രകടമാകുന്നത് CPM-ന്റെ വർഗീയ ചേരിതിരിവാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഷാഫി പറമ്പിൽ MP അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു. സുപ്രഭാതത്തിൽ വന്ന പരസ്യത്തെ തള്ളി സമസ്തയും രംഗത്തെത്തി. പരസ്യവുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നും ഏതെങ്കിലും മുന്നണിയോ പാർട്ടിയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യമില്ല എന്നും സമസ്ത വ്യക്തമാക്കിയിരുന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.